ഹലോ ഓൾ, വെൽക്കം ബാക്ക്. വളരെ എളുപ്പത്തിലും അതേപോലെ തന്നെ അധികം സ്പൈസസ് ഒന്നും ആഡ് ചെയ്യാത്ത ഒരു ചിക്കൻ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇതിൻ്റെ പേരാണ് അഫ്ഗാനി ചിക്കൻ. അപ്പോൾ ഈ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കി നോക്കാം. അതിനായി ആദ്യം തന്നെ ഞങ്ങളൊരു 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്ത് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായി ഒരു പകുതി നാരങ്ങയുടെ നീര് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ചിക്കൻ റെഡി ആവുന്ന ടൈമിൽ നമുക്കൊരു മസാല കൂടി ഉണ്ടാക്കിയെടുക്കാണ്ട് അതിനായി ഒരു ജാറിലേക്ക് ഒരു കൈ നിറയെ നല്ല ഫ്രഷ് പുതിനയില ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തതായി ഒരു വലിയ സവോള ഞാൻ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊരു കൈ ഫുള്ള് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു 7-8 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇതൊരു അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ്. അടുത്തതായി ഒരു പിടി കാഷ്യൂസ് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നന്നായി ഒന്ന് അരയാൻ വേണ്ടി ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം അതാ നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെ ഇത് കിട്ടണം. അടുത്തതായിട്ട് നമുക്ക് വലിയൊരു ബൗൾ എടുക്കാം. അതിലേക്ക് 1 കപ്പ് തൈര്, പുളിയില്ലാത്ത തൈരാണ് ഞാൻ ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് 1 കപ്പ് ഫ്രഷ് ക്രീം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തി വേണം. അതൊന്ന് കയ്യിൽ വെച്ച് ഒന്ന് ക്രഷ് ചെയ്തിട്ട് വേണം ഇതിലേക്ക് ചേർക്കാൻ. അടുത്തതായി 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല പൗഡർ, പിന്നെ 1 ടേബിൾ സ്പൂൺ ചാറ്റ് മസാല കൂടി നമുക്കിതിൽ നിന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ലാസ്റ്റായിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച പേസ്റ്റ് അതുകൂടി ഇതിൽ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് എല്ലാം നല്ല മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ച ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ചിക്കൻ കൂടി ഈ മസാലയിൽ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി വീണ്ടും ഈ ചിക്കൻ ഒന്ന് അരമണിക്കൂർ കൂടി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. കാരണം ആ ചിക്കനിലേക്ക് ഇപ്പോൾ ഉണ്ടാക്കി വെച്ച എല്ലാ മസാലയും ഒന്ന് നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടണം. അപ്പോൾ അരമണിക്കൂറിന് ശേഷം ഞാൻ അടുപ്പത്ത് ഒരു വലിയ പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു 1-2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഓരോ ചിക്കൻ പീസസ് ആയിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് നമ്മൾ ഈ ചിക്കൻ ഇടുമ്പോൾ കുറച്ച് ഗ്രേവി അതിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ ഗ്രേവിയിൽ കിടന്ന് തന്നെ നമ്മുടെ ചിക്കൻ ഒന്ന് 2 സൈഡൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ ചിക്കനൊക്കെ ഒരു പകുതി വേവാകുമ്പോൾ ഞാനൊരു പരന്ന പാനിലേക്ക് മാറ്റാണ്. അടുത്ത പാനിലേക്ക് മാറ്റുമ്പോൾ മാക്സിമം ഗ്രേവി ഇല്ലാതെ എടുക്കാനൊന്ന് നോക്കണം. അപ്പോൾ ഇതാ എല്ലാ ചിക്കനും ഞാനൊരു പരന്ന പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൽ ഞാൻ ഓയിലൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഇനി നമുക്ക് ഈ ചിക്കനൊക്കെ ഒന്ന് ഡ്രൈ ഫ്രൈ ചെയ്തെടുക്കാം. അതായത് നമ്മൾ BBQ ഒക്കെ ചെയ്യുന്ന പോലെ ഒന്ന് നന്നായിട്ടൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ഇതാ എല്ലാ ചിക്കനും നല്ല ഡ്രൈ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ചുട്ടെടുത്ത പോലത്തെ ഒരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് സ്മോക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ മന്തിയിലൊക്കെ ചെയ്യുന്ന പോലെ ചിക്കൻ്റെ നടുക്കായിട്ട് ഒരു ഫോയിൽ പേപ്പർ വെച്ച് ഞാൻ അതിലേക്ക് ചെറിയൊരു കഷ്ണം ചാർക്കോൾ വെച്ച് കൊടുത്ത് എന്നിട്ട് നമ്മുടെ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് പെട്ടെന്ന് തന്നെ അതൊന്ന് കവർ ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് അങ്ങനെ തന്നെ അതിരിക്കട്ടെ. ആ സ്മോക്കിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് എല്ലാ ചിക്കനേക്കും ഒന്ന് ആവുന്നവരെ. ഇനി ഫൈനലായിട്ട് നമുക്ക് ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടി അടുപ്പത്തേക്ക് ഒരു പാൻ വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തു. ഒപ്പം ഹോൾ സ്പൈസസ് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു 4 ഏലക്ക, കുറച്ച് കുരുമുളക്, പിന്നെ ഒരു 4-5 ഗ്രാമ്പൂ. അപ്പോൾ ഇതെല്ലാം ഒന്ന് ബട്ടറിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ശേഷം നമുക്ക് ബാക്കി വന്ന ഗ്രേവി മൊത്തം ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഗ്രേവിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഗ്രേവി ഒന്ന് തിളച്ച് തുടങ്ങുമ്പോൾ നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ചിക്കൻ ഒന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം.
ചിക്കനൊക്കെ ഗ്രേവിയിൽ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ടൈമിൽ നിങ്ങൾക്ക് ഉപ്പ് കുറവ് തോന്നുകയാണെങ്കിൽ കുറച്ച് ഇട്ട് കൊടുക്കാം. എനിക്കിവിടെ കറക്റ്റായിരുന്നു, അതുകൊണ്ട് ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ഇനി നമുക്കിതൊന്ന് കവർ ചെയ്തിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഓവറായിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം നമ്മുടെ ചിക്കൻ ഓൾറെഡി ഇതിൽ വെന്തിട്ടാണ് നമ്മളിത് ആഡ് ചെയ്തത്. അപ്പോൾ ഇതാ നല്ല വെറൈറ്റി ടേസ്റ്റുള്ള അഫ്ഗാനി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഇരിക്കും തോറും ഗ്രേവി നല്ല തിക്കാവും. ഇനി ഞാൻ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് സെർവിങ് ബൗളിലേക്ക് ഒന്ന് മാറ്റാം. അപ്പോൾ ഇതാ നല്ല ക്രീമി തിക്ക് ഗ്രേവിയുള്ള അഫ്ഗാനി ചിക്കൻ ഇവിടെ റെഡിയാണ്. ഇത് നെയ്ച്ചോറ്, ചപ്പാത്തി, പൊറോട്ട ഇതിലേക്കൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. നമ്മൾ നോർമൽ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് പോലെ ഓവറായിട്ട് ഓയിലോ അതേപോലെ സ്പൈസസോ ഉള്ളിയോ ഒന്നും ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും പറ്റും. ഒരു വെറൈറ്റി ടേസ്റ്റ് ആഗ്രഹിക്കുന്നവർക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അടുത്തൊരു വീഡിയോയുമായി പിന്നെ കാണാം.